നമസ്കാരം. ഭാരതത്തിൽ ഒരിടവേളയ്ക്ക് ശേഷം മുത്തലാഖ്, മുസ്ലിം വ്യക്തി നിയമങ്ങൾ, വിവാഹത്തിൻ്റെ പ്രായപരിധി ഇതൊക്കെ ഭാരതത്തിൽ പതിയെ പതിയെ വീണ്ടും ചൂടേറിയ ചർച്ചകളായി ഉരുത്തിരിയുകയാണ്. അതിൻ്റെ കാരണം ഒരു പഴയ കള്ളക്കടത്തുകാരൻ്റെ മകളാണ്. പഴയ കള്ളക്കടത്തുകാരൻ എന്ന് പറഞ്ഞാൽ കുപ്രസിദ്ധനായ കള്ളക്കടത്തുകാരൻ ഹാജി മസ്താൻ എന്ന കുപ്രസിദ്ധനായ കള്ളക്കടത്തുകാരൻ്റെ മകൾ ഹസീൻ മസ്താൻ മിർസ എന്ന യുവതിയാണ് ഈ ചർച്ചകൾക്ക് വീണ്ടും ചൂട് പിടിക്കാനുള്ള പ്രധാന കാരണം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ഹസീൻ മസ്താൻ മിർസ ഒരു ചെറിയ ചെറിയ സിനിമകളിലൊക്കെ അഭിനയിക്കുന്ന ഒരു അഭിനേത്രിയാണ്. പക്ഷേ അവർക്കൊരു സ്വകാര്യ ജീവിതമുണ്ട്. അത് പലർക്കും അറിയില്ലായിരുന്നു. ഹാജി മസ്താൻ്റെ മകളാണ്. ഹാജി മസ്താൻ്റെയും ഷാജഹാൻ ബേഗമെന്ന് പൊതു ഇടങ്ങളും ഷെഹൻഷാ ബേഗമെന്ന് മകളും പറയുന്ന യുവതിയുടെ അല്ലെങ്കിൽ സ്ത്രീയുടെയും ഹാജി മസ്താൻ്റെയും മകളാണ് ഈ ഹസീൻ മിർസ അല്ലെങ്കിൽ ഹസീൻ മസ്താൻ മിർസ. അപ്പോൾ ഈ യുവതി ഒരു അഭിനേത്രി കൂടിയാണ്. ചെറിയ ചെറിയ ഹിന്ദി സിനിമകളിലൊക്കെ അഭിനയിച്ച് പോകുന്നൊരു യുവതിയാണ്. അപ്പോൾ അവരുടെ സ്വകാര്യ ജീവിതം, ഹാജി മസ്താൻ്റെ മകളാണിവർ എന്നുള്ളത് പലർക്കും അറിയാമെങ്കിൽ പോലും മറ്റ് വിഷയങ്ങളൊന്നും അവരുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് അധികം ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ സമീപകാലത്ത്, അതായത് ഒരാഴ്ചയ്ക്ക് മുമ്പ്, ഒരു ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ ചെയ്ത് പുറത്തുവിട്ടു. അതിലവർ പറയുന്നത് 1996 കേവലം 12 വയസ്സ് മാത്രമുള്ളപ്പോൾ അവരുടെ മാതൃ സഹോദരൻ്റെ പുത്രൻ, അതായത് അമ്മാവൻ്റെ മകൻ, അവരെ വിവാഹം ചെയ്യുകയും അതിനുശേഷം ക്രൂരമായ ബലാത്സംഗത്തിനും ഗാർഹിക പീഡനത്തിനും ഇരയാക്കുകയും, ഒപ്പം ഹാജി മസ്താൻ്റെ 1996 ഹാജി മസ്താൻ്റെ മരണത്തിന് ശേഷം ഹസീൻ മിർസയുടെ പേരിലുണ്ടായിരുന്ന സ്വത്തുവകകൾ വ്യാജരേഖകളുണ്ടാക്കി തട്ടിയെടുക്കുകയും, ഒപ്പം ഹസീൻ മിർസയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും മരണത്തിന് വിട്ടുകൊടുക്കുന്ന രീതിയിൽ അവശയാക്കി ഉപേക്ഷിക്കുകയും ഒക്കെ ചെയ്തു. അതിൽ നിന്ന് സംരക്ഷണം വേണം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ആഭ്യന്തരമന്ത്രി അമിത്ഷായോടും അവരപേക്ഷിക്കുന്നൊരു വീഡിയോയാണ് അവരുടെ ഇൻസ്റ്റാഗ്രാം വഴി ഒരാഴ്ച മുമ്പ് പുറത്തു വന്നത്. അപ്പോൾ മാധ്യമങ്ങളെല്ലാം ഹാജി മസ്താൻ്റെ മകളായതുകൊണ്ടും ഇത്തരത്തിലൊരു വിഷയം ദേശീയ ശ്രദ്ധ ആകർഷിക്കാമെന്നുള്ളത് കൊണ്ടും മാധ്യമങ്ങളെല്ലാം അവരെ തേടി അന്വേഷിച്ചു, കണ്ടുപിടിച്ചപ്പോൾ അവർ പറയുന്നത് ക്രൂരമായ ഗാർഹിക പീഡനങ്ങൾക്കും ബലാത്സംഗത്തിനും മരണത്തിന് വരെ ഇടയാക്കാവുന്ന തരത്തിലുള്ള ക്രൂരതകൾക്കും ഇരയായിട്ടുണ്ടെന്നുള്ളത് അവരുടെ അമ്മാവൻ്റെ മകനിൽ നിന്ന്. അവരുടെ അമ്മാവൻ്റെ മകൻ്റെ പേര് അവർ ഒരിടത്തും പറയുന്നില്ല. അത് മാധ്യമങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക. അമ്മാവൻ്റെ മകൻ്റെ പേര് തൽക്കാലം അവർ വെളിപ്പെടുത്താത്തത് കൊണ്ട് നമ്മളും വെളിപ്പെടുത്തുന്നില്ല. അവരുടെ മാതൃ സഹോദരൻ്റെ പുത്രനാണ് എന്നത് അവർ വ്യക്തമായി വീഡിയോയിലും മാധ്യമങ്ങളോടും തുറന്നു പറഞ്ഞ കാര്യങ്ങളാണ്. അവർക്ക് സംരക്ഷണം വേണം, അവരുടെ വസ്തുവകകളൊക്കെ ഇയാൾ വ്യാജരേഖകളുണ്ടാക്കി കയ്യേറിയതും കൈയടക്കിയതും തിരിച്ചു പിടിച്ച് നൽകുവാനുള്ള സഹായവും ഒക്കെ ചെയ്തു നൽകണമെന്നാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയോടും ശ്രീ അമിത്ഷായോടും ഹസീൻ മിർസ അഭ്യർത്ഥിച്ചിരിക്കുന്നു. അപ്പോൾ ഈ വിഷയം ഇപ്പോൾ ഒരു പഴയ കുപ്രസിദ്ധനായ കള്ളക്കടത്തുകാരൻ്റെ മകൾക്ക് നേരിട്ട യാതനകൾ എന്നതിനപ്പുറം വീണ്ടും മുത്തലാഖ്, വിവാഹത്തിൻ്റെ പ്രായപരിധി, മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടുള്ള പ്രത്യേക വ്യക്തി നിയമങ്ങൾ, ഇവയിലേക്കൊക്കെ വെളിച്ചം വീശുവാനും അതേക്കുറിച്ചൊക്കെ ചർച്ചകൾ ചൂടുപിടിക്കുവാനും ഇടയാക്കിയിരിക്കുകയാണ്. അപ്പോൾ യൂണിഫോം സിവിൽ കോഡ് വേണമോ വേണ്ടയോ, ഈ ഒരു വിവാഹത്തിൻ്റെ പ്രായപരിധി നിയമം മൂലം ഭാരതത്തിൽ എല്ലാവർക്കും ഒരേ തരത്തിലാക്കി കഴിഞ്ഞ് ആ നിയമം കർശനമായി നടപ്പാക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ അരങ്ങേറുമോ? ഒന്ന് ആലോചിച്ച് നോക്കുക. 12 വയസ്സ് മാത്രമുള്ളപ്പോഴാണ് അവർ വിവാഹിതയായത്. അതിനവരുടെ മാതാവ് ഷാജഹാൻ ബേഗം അല്ലെങ്കിൽ ഷെഹൻഷാ ബേഗം, ഈ രണ്ടിലേത് പേരായാലും, കാരണം പൊതു ഇടങ്ങളിൽ അവരറിയപ്പെടുന്നത് ഷാജഹാൻ ബേഗം എന്നാണ്, ഷെഹൻഷാ ബേഗം എന്നാണ് അവരുടെ പേരെന്നാണ് ഹസീൻ മിർസ പറയുന്നത്. അവർ നിർബന്ധിച്ച് 12 വയസ്സുള്ളൊരു കുഞ്ഞിനെ വിവാഹ ജീവിതത്തിലേക്ക് തള്ളിവിടുന്നു. അതിനുശേഷം ഏതാണ് ജീവിതമെന്നറിയാത്ത പ്രായത്തിൽ ആ കുഞ്ഞ് ക്രൂരമായ പീഡനങ്ങൾക്കിരയാവുന്നു. ഹസീൻ മിർസയുടെ ഭാഗത്തു നിന്നുള്ള അവരുടെ ജീവിതാനുഭവങ്ങൾ അവർ വെളിപ്പെടുത്തിയതനുസരിച്ച് തൽക്കാലം അത് നമുക്ക് വിശ്വസിക്കാം. കാരണം
ഒരു പീഡനത്തിനിരയായ ഒരു സ്ത്രീ എന്താണ് നടന്നതെന്ന് അവർ പറയുമ്പോൾ നിയമം വരെ അതിനെ മുഖവിലേക്ക് എടുക്കുന്നു എന്നുള്ളതാണ് ഭാരതത്തിൻ്റെ നിയമസംഹിത നമ്മളോട് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ തൽക്കാലം ഷഹീൻ മിർസയെ നമുക്ക് വിശ്വസിക്കാം. വിശ്വസിച്ചാൽ തന്നെ വിശ്വസിക്കുമ്പോൾ ഈ ഒരു മുസ്ലിം വ്യക്തി നിയമം, വിവാഹത്തിൻ്റെ പ്രായപരിധി, ഇത്തരത്തിലുള്ള പല വസ്തുതകളും നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടി വരും. ചർച്ചയ്ക്ക് വിധേയമാക്കി തുടങ്ങി. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, ഈ വിഷയങ്ങൾ വീണ്ടും ചൂടുപിടിക്കുകയാണ്. അപ്പോൾ ഒരു യൂണിഫോം സിവിൽ കോഡിലേക്ക് എത്തിയാൽ ഈ വിഷയങ്ങൾക്ക് പരിഹാരമാകുമോ ഇല്ലയോ തുടങ്ങിയ ചർച്ചകളും പല തലങ്ങളിലും നടക്കുന്നുണ്ട്. ആത്യന്തികമായി ഒരു യുവതിക്കാണെങ്കിലും പല യുവതികൾക്കാണെങ്കിലും ഇത്തരത്തിലൊരു ക്രൂരത അവർ നേരിടേണ്ടി വന്നാൽ അവർക്ക് നീതി ലഭിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. അതിനപ്പുറത്തേക്ക് ഇത്തരം സംഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ള ചർച്ചകളും നമുക്ക് നടത്തേണ്ടിയിരിക്കുന്നു. ആ ചർച്ചകളാണ് നേരത്തെ പറഞ്ഞ യൂണിഫോം സിവിൽ കോഡിലേക്കും ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രമായിട്ടൊരു നിയമം, സിവിൽ നിയമങ്ങൾ, ക്രിമിനൽ നിയമങ്ങളല്ല. ക്രിമിനൽ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ് ഭാരതത്തിൽ. സിവിൽ നിയമങ്ങൾ, വ്യക്തി നിയമങ്ങൾ ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രമായിട്ട് ഒരു പ്രത്യേക നിയമത്തിൻ്റെ ചട്ടക്കൂടുകളോ പരിരക്ഷകളോ വേണമോ? അത്തരത്തിലുള്ള പരിരക്ഷകളും പ്രത്യേക നിയമങ്ങളുമാണോ ഇത്തരത്തിലുള്ളൊരു ക്രൂരതകളിലേക്കും ഒരു ദുഷിച്ച സാമൂഹ്യ പരിസ്ഥിതിയിലേക്കും നയിക്കുന്നത്? തുടങ്ങിയ ചർച്ചകൾ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നടക്കേണ്ടത് വളരെ അത്യാവശ്യവുമാണ്, അത്തരം ചർച്ചകൾ. കാരണം ഭരണ സംവിധാനം പലപ്പോഴും ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടി പല നിയമങ്ങളും നടപ്പാക്കണമെന്ന് ഉദ്ദേശിക്കും. പക്ഷേ സമൂഹത്തിൻ്റെ ഒരു നിലപാട് എന്തായിരിക്കുമെന്നുള്ളൊരു ആശങ്ക ചിലപ്പോഴെങ്കിലും എത്ര ശക്തനായ ഒരു ഭരണാധികാരിയും അലട്ടാം. അങ്ങനെ അലട്ടുന്ന വേളയിൽ സമൂഹത്തിൻ്റെ ഒരു നിലപാട് എന്താണ് എന്ന് അവരെ അറിയിക്കേണ്ടത് തെരുവിലിറങ്ങി കലാപം സൃഷ്ടിച്ചിട്ടോ അല്ലെങ്കിൽ പ്രതിഷേധ സംഗമങ്ങൾ നടത്തിയോ അല്ല. സാമൂഹ്യ മാധ്യമങ്ങളെന്ന് പറയുന്ന വിശാലമായൊരു സംവിധാനം നമുക്കിന്ന് ഉണ്ട്. അതിലൂടെ സമൂഹത്തിൻ്റെ നിലപാട് എന്താണ് ഓരോ കാര്യത്തിലും എന്നുള്ളത് ഭരണാധികാരികളെ അറിയിക്കേണ്ടത് ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഭാരതീയ പൗരൻ എന്നുള്ള നിലയിൽ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ കടമയാണ്. അങ്ങനെ അറിയിച്ചാൽ മാത്രമേ ഈ ഇത്തരമൊരു നിയമ സംവിധാനങ്ങൾ കൊണ്ടുവരുവാനുള്ളൊരു ശക്തി നമ്മുടെ ഭരണാധികാരികൾക്ക്, അവർ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിൽ എത്രത്തോളം ശക്തരായിരുന്നാലും ചില കാര്യങ്ങളിൽ ഒരു സൂക്ഷ്മതയോ അല്ലെങ്കിൽ ഒരു ശ്രദ്ധയോ അവർ പുലർത്തും. ആ ശ്രദ്ധ അനാവശ്യമാണ് എന്നവരറിയണമെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ എന്താണ് തടസ്സം? ശരിയാണ്, രാഷ്ട്രീയമായ പല കാരണങ്ങളുണ്ട്. സാമൂഹികമായ കാരണങ്ങളും അതിനൊപ്പമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. അങ്ങനെ ഇല്ല എന്നവരെ ബോധ്യപ്പെടുത്തേണ്ടത് യൂണിഫോം സിവിൽ കോഡ് സമൂഹത്തിലെ ഭൂരിപക്ഷം ആൾക്കാരും ഇരുകൈകളും നീട്ടി സ്വീകരിക്കും എന്നുള്ളത് നമ്മുടെ ഭരണാധികാരികളെ ബോധ്യപ്പെടുത്തേണ്ടത് ഓരോ ഭാരതീയ പൗരൻ്റെയും കടമയാണ്. അങ്ങനെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരു വസ്തുതയിലേക്കാണ് ഈ ചർച്ചകൾ, ചൂടുപിടിക്കുന്ന ചർച്ചകൾ നയിക്കുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചർച്ചകൾ തുടരട്ടെ. ഹസീൻ മസ്താൻ മിർസയ്ക്ക് നീതി ലഭിക്കട്ടെ. ഈ സംഭവങ്ങളെക്കുറിച്ച് അവരുടെ ഭർത്താവിന്മേൽ ആരോപിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് അന്വേഷണങ്ങൾ നടക്കട്ടെ. കൂടുതൽ വ്യക്തത ഈ വിഷയത്തിൽ വരട്ടെ. ഒപ്പം ഭാരതത്തിൻ്റെ നന്മയ്ക്കായി പുതിയ നിയമങ്ങൾ നിർമ്മിക്കുവാനും ആ നിയമങ്ങൾ ശക്തമായി തന്നെ നടപ്പാക്കുവാനും നമ്മുടെ ഭരണാധികാരികൾക്ക് സമൂഹം എന്നുള്ള നിലയിൽ നമുക്ക് ഒരു ശക്തി പകരാം എന്നും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.